ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോൺ വണ്ടി. നമ്മൾ എൻജിൻ സംബന്ധമായിട്ടുള്ളൊരു വർക്ക് ഉണ്ട് വണ്ടിക്ക്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. പ്ലഗ് മാറ്റിയിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുകയാണ് വന്നത്. മൊത്തത്തിൽ ഇവിടെ ഓയിലടക്കമാണ് ഈ ചാടി വന്നത്. കണ്ടോ, ഇത്രയും കരി അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഓയിൽ കത്തി, ഓയിൽ ശരിക്കും സൈലൻസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നേക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും അത് എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കായിട്ട് അഴിച്ച് ചെയ്യണതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ലീക്കാണ്. ഈ സൈഡ് ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തായാലും ഫുള്ള് ലീക്കാണ്. ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ പുകയുടെ പ്രശ്നം തന്നെ. പിന്നെ ഈ ക്രാങ്കാണ് ഈ വർക്ക് ചെയ്യണതിൽ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ക്രാങ്കും കൂടി സെറ്റ് ചെയ്തിട്ട് സിലിണ്ടർ മാറ്റി പുതിയതിടുകയോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി സിലിണ്ടർ കിറ്റ് മാറ്റിയിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരല്പം താമസം വന്ന പണിയാണ്. പിന്നെ സിലിണ്ടർ കിറ്റ് മാത്രം മാറ്റിയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും ഏകദേശം നമുക്ക് സിലിണ്ടറും ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം കൂടി അഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ കിറ്റ് മാറ്റി ചെയ്യാൻ കേട്ടോ. സിലിണ്ടർ പിസ്റ്റൺ, അതേ ഹെഡിനകത്ത് തന്നെ വാൽവ് ഗൈഡ്, അതേപോലെ ക്യാം ഷാഫ്റ്റ്, സൈഡ് വെയറിങ്, ക്യാം ചെയിൻ, അതിൻ്റെ ഉള്ളിലൊരു ചെയിനുണ്ട്. ആ ചെയിൻ അടക്കം മാറ്റി ചെയ്യുകയാണെങ്കിൽ പിന്നെ എഞ്ചിൻ ഓയിൽ, അതിൻ്റെ ഗ്യാസ്കറ്റ് സാധനങ്ങളെല്ലാം മാറ്റി ചെയ്യണ സമയത്ത് സാധാരണ രീതിയിൽ ഒരു 8,000 രൂപ തുടങ്ങി 10,000 രൂപ അടുത്ത് നോർമൽ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം നമ്മളുടെ ഈ വണ്ടിക്ക് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അഴിച്ച് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്രാങ്കിൻ്റെ സൗണ്ട് അങ്ങനെ മേജറായിട്ടുള്ള സൗണ്ടായിട്ട് തോന്നണില്ല. പിന്നെ അഴിക്കണ സമയത്ത് നമുക്ക് കാര്യമായിട്ടുള്ള പ്ലേ ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചുരുങ്ങിയത് നമുക്കൊരു 10,000 രൂപ പ്രതീക്ഷിച്ചിട്ട് വേണം വണ്ടിയുമ്പോൾ തൊടാൻ തന്നെ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും നമുക്ക് നമ്മൾ വെയിറ്റിംഗ് അനുസരിച്ചിട്ടാണ് വണ്ടി കയറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് വണ്ടികൾ ബുക്കിങ്ങിലാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ആവണതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഫിഗർ ഈ റേഞ്ചാണ് വന്നെ. അപ്പോൾ വണ്ടി ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പോകുവാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലഗ് ഇട്ടാലും നിൽക്കില്ല. അപ്പോൾ ഞാൻ പ്ലഗ് ഊരിയിട്ട് പഴയ പ്ലഗ് തന്നെ ഇട്ടേക്കണേ. കാരണം പ്ലഗ് ഇട്ടാലും നിൽക്കില്ല, അത്രയ്ക്കും പുകയുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതാണ് നിലവിൽ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. പിന്നെ അഴിച്ച് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള പാർട്സുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം വെറുതെ അഴിച്ചു നോക്കിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലും ക്ലച്ച് സൈഡ് വേദനയായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ്. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മളുടെ വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ്. എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ പാർട്സുകൾ മാറ്റിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% നമ്മൾ വാറണ്ടിയിലാണ് ചെയ്തു തരാം. 1 വർഷം മിനിമം വാറണ്ടി ഉണ്ടാവും. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ നമുക്ക് വാറണ്ടി പീരീഡ് ഉണ്ട്. അത് പീരിയോഡിക് സർവീസൊക്കെ കറക്റ്റ് ആയിരിക്കണമെന്ന് മാത്രം. അത് കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു ടേംസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ വാറണ്ടി പീരീഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ വാറണ്ടി ക്ലെയിമായിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണതായിരിക്കും നല്ലത്. എന്തായാലും പൈസ മുടക്കമാണ്. നമ്മളെങ്ങനെ ചുരുക്കി ചെയ്താലും പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്ന് അഴിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസയാണ് നമുക്ക് ചിലവ് വരാം. അപ്പോൾ ഒരു വൺ ടൈം നമ്മൾ ചെയ്യണ സമയത്ത് കൃത്യമായിട്ട് ചെയ്തു പോകണമായിരിക്കും ബെറ്റർ. ഏത് രീതിയിൽ ചെയ്യാനും നമ്മൾ തയ്യാറാണ്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.